ഹലോ ഓൾ, ലോ ഓഫ് അസംഷൻ മലയാളം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. എൻ്റെ പേര് കൃഷ്ണ. ഞാൻ ഒരു ലോ ഓഫ് അസംഷൻ മാനിഫെസ്റ്റേഷൻ കോച്ചാണ്. നിങ്ങൾക്ക് മാനിഫെസ്റ്റേഷനുമായിട്ടോ ലോ ഓഫ് അസംഷനുമായിട്ടോ ബന്ധപ്പെട്ടിട്ടുള്ള സംശയങ്ങൾക്കോ കോച്ചിങ്ങിനോ ഒക്കെ വേണ്ടിയിട്ട് എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. എൻ്റെ ചാനലിൽ ഞാൻ പ്രധാനമായിട്ടും ലോ ഓഫ് അസംഷനെ കുറിച്ചും മാനിഫെസ്റ്റേഷനെ കുറിച്ചും അത്തരത്തിലുള്ള വീഡിയോസാണ് ചെയ്യുന്നത്. എങ്ങനെ നമ്മുടെ ഗോൾസ് മാനിഫെസ്റ്റ് ചെയ്യാം, മാനിഫെസ്റ്റേഷൻ ഉപയോഗിച്ച് നമ്മുടെ ലൈഫ് എങ്ങനെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാം, അങ്ങനെയൊക്കെയുള്ള ടോപ്പിക്കുകളെ കുറിച്ചുള്ള വീഡിയോസാണ് ഞാൻ എൻ്റെ ചാനലിൽ ചെയ്യുന്നത്. നമുക്ക് പുതിയ വീഡിയോയിലേക്ക് പോകാം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പ്രധാനമായിട്ടും നോക്കുന്നത് ടെക്നിക്കുകളെ കുറിച്ചാണ്. നമ്മൾ ലോ ഓഫ് അസംഷനുമായിട്ട് ബന്ധപ്പെട്ടും ലോ ഓഫ് അട്രാക്ഷനുമായിട്ട് ബന്ധപ്പെട്ടും ഒക്കെ നമ്മൾ ഒരുപാട് ടെക്നിക്കുകളെ കുറിച്ച് കേട്ടിട്ടുണ്ട്. 333, 555, 369 അങ്ങനെ ഒരുപാട് ടെക്നിക്കുകളെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. പല ടെക്നിക്കുകളും ഉപയോഗിച്ച് നമ്മൾ പല ഗോൾസും മാനിഫെസ്റ്റ് ചെയ്തിട്ടുള്ള ആൾക്കാരുമാണ്. നമുക്കിന്ന് നോക്കാനുള്ള കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ ഈ ടെക്നിക്കുകൾ കൊണ്ടാണോ നമ്മുടെ ഗോൾസ് മാനിഫെസ്റ്റ് ചെയ്യുന്നത്? മാനിഫെസ്റ്റേഷൻ നടക്കുന്നത് ഈ ടെക്നിക്കുകൾ അനുസരിച്ചാണോ, അല്ലെങ്കിൽ ഈ ടെക്നിക്കുകൾ ഉപയോഗിച്ചാണോ നമ്മൾ മാനിഫെസ്റ്റ് ചെയ്യുന്നത്? എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ മാനിഫെസ്റ്റേഷൻ നടക്കുന്നത് എന്നുള്ള വിഷയത്തെക്കുറിച്ച് നമുക്ക് കുറച്ച് ഡീപ്പായിട്ട് ഈ വീഡിയോയിൽ നമുക്ക് നോക്കാം. നമ്മൾ ടെക്നിക്കുകളെക്കുറിച്ച് നോക്കുമ്പം ഇപ്പം നമ്മൾ കോമൺ ആയിട്ട് പറഞ്ഞ 333, 555 ആ ടെക്നിക്കുകളൊക്കെ എന്ന് പറഞ്ഞാൽ, നിങ്ങളുടെ ഗോൾസ് എന്താണോ അത് നിങ്ങൾ 3 ദിവസം അല്ലെങ്കിൽ 5 ദിവസം ഇത്ര തവണ എഴുതുന്നു. അങ്ങനെ നിങ്ങളുടെ ലൈഫിൽ മാനിഫെസ്റ്റ് ആവുന്നു. അങ്ങനെയാണ് നമ്മൾ സാധാരണ കണ്ടിട്ടുള്ളത്. പക്ഷേ സാധാരണ ഈ ടെക്നിക്കുകൾ കൊണ്ടാണോ നമ്മുടെ ഗോൾസ് മാനിഫെസ്റ്റ് ആകാറുള്ളത്? അല്ലെങ്കിൽ നമ്മൾ ലോ ഓഫ് അട്രാക്ഷൻ നോക്കുമ്പം നമ്മൾ എപ്പോഴും പറയുന്നൊരു കാര്യമാണ്, നമ്മളെപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കുക, അല്ലെങ്കിൽ നമ്മളങ്ങനെ ഹാപ്പി ആയിട്ടിരുന്നാൽ മാത്രമേ നമ്മുടെ ഗോൾസ് നമുക്ക് മാനിഫെസ്റ്റ് ചെയ്യാൻ പറ്റൂ. പക്ഷെ നമുക്കങ്ങനെ എപ്പോഴും ഒരു വ്യക്തിക്ക് നമ്മൾ ഒരു കാര്യം മാനിഫെസ്റ്റ് ചെയ്യാൻ പോകുന്നത്, നമുക്കതിനകത്ത് കൂടുതൽ ആൾക്കാരും എൻ്റെ ലോ ഓഫ് അസംഷൻ കോച്ചിങ്ങിലാണെങ്കിലും എൻ്റെ ലൈഫിലാണെങ്കിലും ഒക്കെ ഞാൻ ബന്ധപ്പെട്ടിട്ടുള്ള ആൾക്കാരിൽ കൂടുതൽ ആൾക്കാരും, ഒരു മെജോറിറ്റി ആൾക്കാരും, ഒരു 75 അല്ലെങ്കിൽ ഒരു 85% ആൾക്കാരും SP മാനിഫെസ്റ്റേഷനുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ആൾക്കാരാണ്. SP മാനിഫെസ്റ്റേഷൻ എന്ന് പറയുമ്പോൾ സ്പെസിഫിക് പേഴ്സൺ, അല്ലെങ്കിൽ നമ്മുടെ സ്പെഷ്യൽ പേഴ്സൺ. ശരിക്കും SP എന്ന് പറയുമ്പം അത് നമ്മുടെ ലവറോ അല്ലെങ്കിൽ നമ്മൾ കല്യാണം കഴിക്കാൻ പോകുന്ന ആളോ നമ്മൾ സ്നേഹിക്കുന്ന ആളോ എന്ന് മാത്രമല്ല, നമ്മൾ സ്പെസിഫിക് ആയിട്ട് ആരെ മാനിഫെസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു അതിനെയെല്ലാം നമുക്ക് സ്പെസിഫിക് പേഴ്സൺ എന്ന് പറയും. പക്ഷേ എൻ്റെ കോച്ചിങ് ലൈഫിൽ ഞാൻ കണ്ടിട്ടുള്ളത് കൂടുതൽ ആൾക്കാരും ഇപ്പം സ്നേഹിക്കുന്ന ആളുടെ കല്യാണം മറ്റൊരാളുമായിട്ട് ഉറപ്പിച്ചു, അല്ലെങ്കിൽ അതിലൊരു പ്രശ്നമുണ്ടായി, വീട്ടുകാർ സമ്മതിക്കാതെ വന്നു, അവർ പിരിയുന്നൊരവസ്ഥ വന്നു. ഈ വ്യക്തിക്ക് ഇതിലൊരാളായിരിക്കും വരുന്നത്, ആ വ്യക്തിക്ക് മറ്റേ വ്യക്തിയെ പിരിയാൻ പറ്റത്തില്ല, ആ വ്യക്തി തന്നെ അവരുടെ ലൈഫിൽ വേണം എന്നുള്ളൊരു രീതി വരുമ്പോഴാണ് കൂടുതൽ ആൾക്കാരും അങ്ങനെ മാനിഫെസ്റ്റ് ചെയ്യാനായിട്ട് വന്ന് കണ്ടിട്ടുള്ളത്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, അത് കഴിഞ്ഞിട്ട് മെജോറിറ്റി ആൾക്കാരും വരുന്നത് ജോലി അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങൾ, പിന്നെ അത് കഴിഞ്ഞിട്ടാണ് കൂടുതൽ ആൾക്കാരും അസുഖം എന്നൊക്കെയുള്ള രീതിയിൽ വന്നിട്ടുള്ളത്. അപ്പം നമുക്ക് നോക്കാം, ഈ ടെക്നിക്കുകൾ ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെയാണോ നമ്മുടെ ജീവിതത്തിൽ ഗോൾസ് മാനിഫെസ്റ്റ് ചെയ്യുന്നത്? ഈ ടെക്നിക്കുകൾ ഉപയോഗിച്ചിട്ടും വളരെ ചുരുക്കം ആൾക്കാർക്ക് മാത്രമാണ് ഇതിൽ നിന്നൊക്കെ റിസൾട്ട് കിട്ടാറുള്ളത്. എൻ്റെ പേഴ്സണൽ ലൈഫിൽ ഞാനും ആദ്യം ലോ ഓഫ് അട്രാക്ഷനെ കുറിച്ച് അറിഞ്ഞതിന് ശേഷമാണ് ഞാൻ ലോ ഓഫ് അസംഷനിലേക്ക് എത്തുന്നത്. ലോ ഓഫ് അട്രാക്ഷൻ ഞാൻ ചെയ്തുകൊണ്ടിരുന്ന സമയത്തും എനിക്ക് കണ്ടിന്യൂസ് ആയിട്ടൊരു റിസൾട്ടോ കാര്യങ്ങളോ ഒന്നും എനിക്ക് കിട്ടിയിരുന്നില്ല. ചില കാര്യങ്ങളിലൊക്കെ ചെറിയ ചെറിയ റിസൾട്ടുകൾ കിട്ടി എന്നത് ഒഴിച്ചു കഴിഞ്ഞാൽ എനിക്ക് വലിയൊരു ഗ്രോത്തൊന്നും ഒരു കാര്യത്തിലും എനിക്ക് അച്ചീവ് ചെയ്യാനൊന്നും പറ്റിയിരുന്നില്ല ലോ ഓഫ് അട്രാക്ഷൻ ഞാൻ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത്. അപ്പോൾ ഞാൻ എപ്പോഴും ചിന്തിച്ചിരുന്നത്, എൻ്റെ കുഴപ്പം കൊണ്ട് എനിക്ക് ഹാപ്പി ആവാൻ പറ്റുന്നില്ല. കാരണം നമ്മൾ എക്സ്ട്രീമായിട്ടുള്ള പല സിറ്റുവേഷൻസിൽ കൂടെ കടന്നു പോകുമ്പോൾ ആ വൈബ്രേഷനിലെത്താനോ അല്ലെങ്കിൽ അങ്ങനെ ഹാപ്പി ആയിട്ടിരിക്കാനോ, അപ്പോൾ ഇത് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ഭയങ്കര ഡെസ്പറേറ്റ് ആയിട്ടാണ് ചെയ്യുന്നത്, നമുക്കതിനൊന്നും കഴിയുന്നുണ്ടായിരുന്നില്ല. അതിന് ശേഷമാണ് ഞാൻ ലോ ഓഫ് അസംഷനിലേക്ക് എത്തുന്നത്. ലോ ഓഫ് അസംഷൻ എൻ്റെ ലൈഫെന്ന് പറഞ്ഞാൽ 360 ഡിഗ്രി ചേഞ്ച് ചെയ്ത കാര്യമാണ്. ലോ ഓഫ് അസംഷനിലേക്ക് വന്നതിന് ശേഷം ശരിക്കും എനിക്ക് ജീവിക്കാനുള്ളൊരു ഹോപ്പ് പോലും അതായി എന്ന് എനിക്ക് പറയാൻ കഴിയും, നിശ്ചയമായിട്ടും പറയാൻ കഴിയും. എനിക്ക് മാത്രമല്ല, എൻ്റെ അടുത്ത് കോച്ചിങ് എടുത്ത ആൾക്കാർക്കാണെങ്കിലും ഇത് ഉപയോഗിക്കുന്ന ഒരുപാട് ആൾക്കാരെ എനിക്കറിയാം. അവർക്കൊക്കെ
ജീവിതത്തിൽ കംപ്ലീറ്റ് ഒരു ചേഞ്ച് കൊണ്ടുവരാൻ തന്നെ ലോ ഓഫ് അസംഷന് പറ്റിയിട്ടുണ്ട്. നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് മാനിഫെസ്റ്റ് ചെയ്യുന്നതെന്ന്. ഈ ടെക്നിക്കുകൾ ഏത് ടെക്നിക്ക് ഉപയോഗിച്ചു എന്ന് പറഞ്ഞാലും നമ്മുടെ ബ്രെയിൻ റീപ്രോഗ്രാംഡ് ആവണം. നമ്മൾ എൻഡ് സ്റ്റേറ്റിലെത്തണം. അതായത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ നമ്മുടെ എല്ലാ ഗോൾസും മാനിഫെസ്റ്റ് ചെയ്യുന്നത്. ഇത് സത്യമാണ്, ഒരു കാര്യം സത്യമാണ് എന്ന് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് വിശ്വസിച്ച് കഴിഞ്ഞാൽ അടുത്ത സെക്കൻഡിൽ തന്നെ നമുക്ക് ആ കാര്യം മാനിഫെസ്റ്റ് ആയി കിട്ടും. നമ്മൾ ഈ ടെക്നിക്കുകളെല്ലാം ഉപയോഗിക്കുന്നത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിനെ റീപ്രോഗ്രാം ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അല്ലാതെ ഒരു ടെക്നിക്കും ഉപയോഗിക്കുന്നത് കൊണ്ടല്ല, ടെക്നിക്കുകൾ കൊണ്ടും അല്ല ഒരിക്കലും നമ്മുടെ ലൈഫിൽ ഒരു കാര്യങ്ങളും മാനിഫെസ്റ്റ് ആകുന്നത്. അങ്ങനെ ഒരു കാര്യങ്ങളും മാനിഫെസ്റ്റ് ആകത്തൊന്നുമില്ല. ഒരാൾക്ക് ചിലപ്പം ഒരു ഗോള്, ഇപ്പം SP മാനിഫെസ്റ്റേഷൻ തന്നെ ഒരാൾക്ക് ചിലപ്പോൾ 1-2 ദിവസം കൊണ്ടാകാം, ചിലർക്ക് 1 മണിക്കൂർ കൊണ്ട് മാനിഫെസ്റ്റേഷൻ സംഭവിക്കാം, ചിലർക്കത് 1 മാസമാകാം, 6 മാസമാകാം. അതൊക്കെ നമ്മുടെ മൈൻഡ് എങ്ങനെ റീപ്രോഗ്രാം ആകുന്നു അതനുസരിച്ചിരിക്കും. നമ്മുടെ മൈൻഡ് പെട്ടെന്ന് റീപ്രോഗ്രാം ആകുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മാനിഫെസ്റ്റേഷൻ വളരെ വേഗത്തിൽ സംഭവിക്കും. അത് ഓരോ വ്യക്തികളെ ഡിപ്പെൻഡ് ചെയ്താണ് ഇരിക്കുന്നത്. പക്ഷേ എന്തായാലും നമ്മുടെ മൈൻഡ് റീപ്രോഗ്രാം ആകും. നമ്മുടെ മാനിഫെസ്റ്റേഷൻ നമ്മൾ കൺസിസ്റ്റൻ്റായിട്ട് അതിനകത്ത് മാനിഫെസ്റ്റേഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മളിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഈ ലോകത്തിൽ എന്ത് ഗോളും നിങ്ങൾക്ക് മാനിഫെസ്റ്റ് ചെയ്യാൻ പറ്റും. ഒരുപാട് പേര് അങ്ങനെ ചെയ്തിട്ടുണ്ട്, ഒരുപാട് പേർക്ക് സക്സസ് ഉണ്ടായിട്ടുണ്ട്. നമ്മൾ വർക്ക് ചെയ്യാൻ തയ്യാറാണോ, നമ്മുടെ ജീവിതത്തിൽ ഉറപ്പായിട്ടും നമ്മുടെ ഗോൾസ് നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും. നമ്മൾ അതിന് മെയിനായിട്ട് നമ്മൾ ലിവിങ് ഇൻ ദ എൻഡ്, അല്ലെങ്കിൽ നമ്മൾ എൻഡ് സ്റ്റേറ്റിൽ നമുക്ക് ജീവിക്കാൻ പറ്റണം. അതായത് നമ്മുടെ ഗോള് നമുക്ക് മാനിഫെസ്റ്റായി, ഇപ്പം ഒരാൾ ഇഷ്ടപ്പെട്ട വ്യക്തിയുമായിട്ടുള്ള കല്യാണമാണ് അവരുടെ സ്പെസിഫിക് ഗോളെന്നുണ്ടെങ്കിൽ ആ വ്യക്തിയെ കല്യാണം കഴിച്ചു, ആ റിയാലിറ്റിയിൽ നമുക്ക് ജീവിക്കാൻ പറ്റണം. അല്ലെങ്കിൽ നെക്സ്റ്റ് അവരുടെ കല്യാണമാണ് എന്നുള്ള അത് നമ്മുടെ മനസ്സിന് വിശ്വസിക്കാൻ പറ്റണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ടെക്നിക്സ് ഒക്കെ ചെയ്യുന്നത്. ഈ ടെക്നിക്സ് ഒക്കെ ചെയ്തിട്ടാണ് നമ്മൾ ഈ എൻഡ് സ്റ്റേറ്റിലോട്ട് എത്തുന്നത്. ആ എൻഡ് സ്റ്റേറ്റിൽ നമുക്ക് നിലനിൽക്കാൻ പറ്റണം. നിലനിന്ന് കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് നമുക്ക് നമ്മുടെ ഗോൾസ് അച്ചീവ് ചെയ്യാൻ പറ്റും. ഈ എൻഡ് സ്റ്റേറ്റിലോട്ട് നമ്മൾ എത്താൻ വേണ്ടിയിട്ട് മാത്രമാണ് നമ്മൾ ഈ ടെക്നിക്സ് യൂസ് ചെയ്യുന്നത്. എൻഡ് സ്റ്റേറ്റിൽ നമ്മൾ എത്തിക്കഴിയുമ്പോൾ നമുക്ക് തന്നെ കോൺഫിഡൻ്റ് ആവും, നമ്മൾ തന്നെ കോൺഫിഡൻ്റ് ആവും, നമുക്ക് ഉറപ്പാവും ഇതെന്തായാലും മാനിഫെസ്റ്റ് ആവും. നമുക്ക് അതിനകത്ത് ഒരു ടെൻഷനോ ഒരു കാര്യങ്ങളോ യാതൊരു നെഗറ്റീവ് ചിന്തകളോ നമുക്ക് ആദ്യമൊന്നും നമ്മളിങ്ങനെ പറയുന്ന സമയത്ത് നമ്മുടെ മൈൻഡ് ഇത് വിശ്വസിക്കത്തില്ല. കാരണം നമ്മുടെ മനസ്സിൽ നമ്മൾ ഇപ്പം ചില 20 വയസ്സുള്ളവരാകാം, 25, 30, എത്ര വർഷം നമ്മൾ ഇത്ര വർഷവും ജീവിച്ചു വന്നപ്പോൾ നമ്മൾ കേട്ട് വന്ന കുറേ ബിലീഫ്സ് ഉണ്ട്, നമ്മുടെ കുറേ ലിമിറ്റിംഗ് ബിലീഫ്സ് ഉണ്ട്. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, ഇപ്പോൾ ഒരു ലിമിറ്റിംഗ് ബിലീഫാണ് പെൺകുട്ടികളെല്ലാം പറ്റിക്കുന്നവരാണ്, അല്ലെങ്കിൽ വളരെ അധ്വാനിച്ചാൽ മാത്രമേ നമുക്ക് പൈസ ഉണ്ടാക്കാൻ പറ്റൂ, ജീവിതം വളരെ കഷ്ടമുള്ളതാണ്, വളരെ കഷ്ടപ്പെട്ടാലേ ജീവിതത്തിലെ കാര്യങ്ങൾ മുന്നോട്ട് പോകാൻ പറ്റൂ. അതുപോലെ തന്നെ പണം നമ്മുടെ കയ്യിൽ വന്നാൽ എന്തോ മോശമായിട്ടുള്ള കാര്യമാണ്. അതൊക്കെ നമ്മുടെ സൊസൈറ്റിയിൽ നിന്ന് കേട്ട് വിശ്വസിച്ച് നമ്മുടെ കുറേ ലിമിറ്റിംഗ് ബിലീഫ്സാണ്. നമ്മളൊരു ഗോൾ മാനിഫെസ്റ്റ് ചെയ്യാൻ പോകുമ്പോൾ ആ കാര്യത്തിൽ നമുക്ക് ഇതേപോലെ ഒരുപാട് ലിമിറ്റിംഗ് ബിലീഫ്സ് ആണ്. നമ്മുടെ ലിമിറ്റിംഗ് ബിലീഫ് മാറി നമ്മുടെ ബ്രെയിൻ അത് അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് വേണമെങ്കിലും മാനിഫെസ്റ്റ് ചെയ്യാൻ പറ്റും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ടെക്നിക്സ് ചെയ്ത് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ചെയ്ത് നമ്മുടെ മൈൻഡിനെ ഈ ലിവിങ് ഇൻ ദ എൻഡ് അല്ലെങ്കിൽ എൻഡ് സ്റ്റേറ്റിലേക്ക് നമ്മൾ കൊണ്ടുവരുന്നത്. എൻഡ് സ്റ്റേറ്റിൽ നമ്മൾ തുടർന്ന് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമ്മുടെ ഗോൾസ് എല്ലാം നമുക്ക് മാനിഫെസ്റ്റ് ചെയ്യാൻ പറ്റും. ആ എൻഡ് സ്റ്റേറ്റിലോട്ട് എത്താനാണ് നമ്മൾ ടെക്നിക്കുകൾ ഉപയോഗിക്കുന്നത്. ഇനി നമുക്ക് വരും ദിവസങ്ങളിൽ മാനിഫെസ്റ്റേഷനിൽ നമുക്ക് എന്തൊക്കെയാണ് നമ്മൾ മാനിഫെസ്റ്റ് ചെയ്യാൻ നമുക്ക് തടസ്സങ്ങളായിട്ട് നിൽക്കുന്നത്, അതിനെ നമുക്ക് എങ്ങനെ ഹാൻഡിൽ ചെയ്യാം, എങ്ങനെ നമ്മുടെ മൈൻഡിനെ നമുക്ക് വിജയകരമായിട്ട് റീപ്രോഗ്രാം ചെയ്ത് നമ്മുടെ ഗോൾസൊക്കെ നമുക്ക് വളരെ വേഗം അച്ചീവ് ചെയ്യാം, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമുക്കിനി വരുന്ന വീഡിയോസിൽ നമുക്ക് നോക്കാം. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. നമുക്ക് നമ്മുടെ എല്ലാ ഗോൾസും അച്ചീവ് ചെയ്യാൻ പറ്റും, എല്ലാ ഗോൾസും നമുക്ക് മാനിഫെസ്റ്റ് ചെയ്യാൻ പറ്റും. അതിനകത്ത് നമുക്ക് ഒന്നും ആവശ്യമില്ല, അതിനകത്ത് മറ്റൊന്നും നമുക്ക് തടസ്സമല്ല. നമ്മൾ വിചാരിച്ചാൽ മതി. നമ്മളാണ് നമ്മുടെ റിയാലിറ്റിയിലെ ഓപ്പറേറ്റ് പവർ. നമ്മുടെ റിയാലിറ്റി കൺട്രോൾ ചെയ്യുന്ന ആൾ നമ്മളാണ്. നമ്മൾ മാത്രം വിചാരിച്ചാൽ മതി.
അപ്പോൾ നമുക്ക് വരും വീഡിയോകളിൽ ഇതിനെക്കുറിച്ചൊക്കെ വളരെ വിശദമായിട്ട് സംസാരിക്കാം. അപ്പോൾ എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക. ഹാപ്പി മാനിഫെസ്റ്റിംഗ്.